അമ്മ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല സുനിൽ. വീടൊക്കെ അടച്ചിട്ടിരിക്കുന്ന കണ്ടില്ലേ? എവിടെയെങ്കിലും തീർത്ഥയാത്ര പോയി കാണും. അമ്മയുടെ ഈ തീർത്ഥയാത്ര കാരണോ എനിക്കിവിടെ നിൽക്കാൻ പേടി. സുനിൽ എവിടെ ഇല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും കാണത്തില്ല. പേടിയാവും പട്ടാപ്പകല് പോലും. അത് പണ്ടല്ലേ. ഇനിയിപ്പം ഞാൻ അടുത്തുണ്ടല്ലോ. മാത്രമല്ല അടുത്തൊക്കെ പുതിയ താമസക്കാരും വന്നു. കോമളം, നമുക്ക് സ്വന്തം കാലിൽ നിന്നേ തീരൂ. എത്ര കാലം നിന്റെ വീട്ടുകാരുടെ തള്ളി താമസിക്കുന്നത്? ആരുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ജീവിക്കണ്ടേ? ഓ കുഞ്ഞുങ്ങൾ, ഞാൻ പ്രസവിക്കുമെന്ന് തോന്നുന്നില്ല. അത് പറയാറായിട്ടില്ല കോമളം. കുറച്ച് ധൈര്യമൊക്കെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കണം. ഛേ, ഈ അമ്മ ഇതെവിടെ പോയായിരിക്കും? ഇന്ന് 1-ാം തീയതിയാണോ? എല്ലാ മാസവും 1-ാം തീയതി അമ്മ ഗുരുവായൂർ പോവും. അത് മുടക്കുന്ന പ്രശ്നമില്ല. മൂകാംബി 2-ാമത്തെ വെള്ളിയാഴ്ച പോവും. അത് പിന്നെ പോയി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. പളനിയിൽ ഉടനെ എങ്ങും പോകുന്ന കോളില്ല. കാരണം കഴിഞ്ഞ മാസം പോയിട്ട് വന്നല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയതായിരിക്കുന്ന. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീട്ടിൽ ചോദിക്കാം. നീ ഏതായാലും അകത്തോട്ട് വാ. നമ്മുടെ ഈ സ്പെയർ താക്കലുണ്ടല്ലോ. വാ. ഞാനിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് നിന്റെ വീട്ടിൽ വന്ന് കയറാൻ തോന്നിയാലോ? കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോൾ ഈ താക്കോല് കയ്യിൽ വെച്ചോന്ന് പറഞ്ഞ അമ്മ ഇത് എൻ്റെ കയ്യിൽ തന്നതാ കോമളം. ഓ, എന്തൊരു ദീർഘദൃഷ്ടി അമ്മയുടെ ആലോചിച്ച് നോക്കിയേ. ഈ അമ്പലങ്ങളും ആശ്രമങ്ങളും ഒക്കെ കയറി ഇറങ്ങി അമ്മയ്ക്ക് കുറച്ച് ദിവ്യദൃഷ്ടിയൊക്കെ കിട്ടിക്കാണും. ആ, അമ്മ ഇവിടെ അടുത്തെവിടെയെങ്കിലും തന്നെ കാണും. ദേ, അകത്തെ വാതിലടച്ചിട്ടില്ലേ? ഇപ്പൊ എനിക്ക് കുറ്റബോധം തോന്നുന്നു സുനിലെ. ഞാൻ ഇവിടെ വന്നിട്ട് മാസം എത്രയായി? അല്ല, 1.5 കൊല്ലമായി. അവസാനം വന്നത് അമ്മാവന്റെ ഇളയമോന്റെ കല്യാണത്തിനാ. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും വിട്ടുപോരാനുള്ള വിഷമം കൊണ്ട് എൻ്റെ വീട്ടിൽ താമസിച്ചത്. എനിക്കിപ്പോ തോന്നുന്നു അതുകൊണ്ടാണ് നമുക്കൊരു വിലയില്ലാണ്ട് പോയതെന്ന്. ഇവിടെയായിരുന്നു താമസമെങ്കിൽ അമ്മ ഇന്ന് പെരുമാറിയതുപോലെ എന്നോട് സുനിലിനോട് പെരുമാറുമായിരുന്നു. അതൊക്കെ തോന്നലല്ലേ കോമളം. എത്രയോ പെൺകുട്ടികളും ഭർത്താക്കന്മാരും പെണ്ണിൻ്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നു. സാധാരണ അച്ഛനമ്മമാർക്ക് ആഗ്രഹം പെൺമക്കൾ കൺവെട്ടത്തുണ്ടാവണമെന്നാ. ഞാനും അതാണ് വിചാരിച്ചത്. എൻ്റെ അമ്മ ഇങ്ങനെ സപ്താഹത്തിനും സത്സംഗത്തിനും ഉപനിഷത്ത് പ്രഭാഷണത്തിനും ഒക്കെ നടക്കുമ്പോൾ നീ തനിച്ചാവും. ഇതാണെങ്കിൽ സിറ്റിയിൽ നിന്നും ദൂരെ. അവിടെ നിന്റെ വീട്ടിലാണെങ്കിൽ നിന്റെ അമ്മ എപ്പോഴും കൂടെയുണ്ട്. സിറ്റിയിലെ എല്ലാ സൗകര്യങ്ങളും അടുത്തുണ്ട്. എൻ്റെ ബിസിനസ്സിനും അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. കണക്ക് കൂട്ടലുകൾ പിഴച്ചത് ഷെയറിൻ്റെ വില ഇടിഞ്ഞതോടെ. പണം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും നമ്മളെ തലയെ കൊണ്ട് നടന്നേനെ. ഇതുകൊണ്ടൊന്നും അവസാനിച്ചെന്ന് കരുതണ്ട. നമുക്ക് പണം ഉണ്ടാവുന്ന കാലത്ത് അങ്ങനെ തന്നെ ചെയ്യും അവര്, സംശയമില്ല. സുനിൽ പറഞ്ഞ നേരാ. അമ്മ അടുത്തെവിടെയോ പോയതാ. ഇത് രാവിലെ കത്തിച്ചു വെച്ചതായിരിക്കും. നോക്ക്, ഇപ്പോഴും എരിയുന്നുണ്ട്. ഈശ്വരാ. അതൊന്നും തീർത്ത് പറയാൻ പറ്റില്ല. നമുക്കോരോ ചായ ഇട്ട് കുടിച്ചാലോ? പാല് കാണാൻ വഴിയില്ല. കട്ടനായിക്കോട്ടെ, നോക്കിയാലോ? വാ. വാടി. അമ്മ പാലൊന്നും വാങ്ങിക്കുന്നില്ലെന്നാ തോന്നുന്നത്. വാങ്ങിക്കും, വല്ലപ്പോഴും. കൂടുതലും പൂജയ്ക്കാ. അമ്മയ്ക്കെന്നും ഉപവാസവും വ്രതവും അല്ലേ. നിനക്ക് പാല് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മോളിൽ പോയി വാങ്ങിച്ചോട്ട് വരാം. നീ ചായക്ക് വെള്ളം വെച്ചോ. അമ്മേ, അമ്മേ, പാല് വാങ്ങിക്കാൻ വേണ്ടി നീ പോകണ്ട, അത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു. മോളെ, നിനക്ക് ചായ ഇടാനൊക്കെ അറിയാവോ? അതോ ഞാൻ ഇട്ടു തരണോ? യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, ഞാൻ ഇട്ടു തരാം. സാധാരണ പാല് വാങ്ങിക്കുന്ന പതിവ് എനിക്കില്ല. എനിക്കിപ്പോ കട്ടൻ ചായയാ പതിവ്. അല്ലേലും പശുക്കുട്ടി കുടിക്കേണ്ട പാല് ഈ വയസ്സുകാലത്ത് ഞാനെന്തിനാ തട്ടിപ്പറിച്ച് കുടിക്കുന്നത്? അതങ്ങ് വേണ്ടെന്ന് വെച്ചു. പാല് നോൺ വെജിറ്റേറിയൻ ആഹാരമല്ലേ, പശുവിൻ്റെ മാംസത്തെ നൂറി വരുന്നതല്ലേ അത്. അങ്ങനെ നോക്കിയാൽ എല്ലാവരും നോൺ വെജിറ്റേറിയൻ തന്നെ. അമ്മയെപ്പോലെ എല്ലാരും പറഞ്ഞു തുടങ്ങിയ പാൽ കമ്പനികളൊക്കെ പൂട്ടിപ്പോയല്ലോ അല്ലേ? അമ്മ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അമ്മമാരുടെ മുല കുടിച്ചിട്ടുള്ളവരെല്ലാവരും നോൺ വെജിറ്റേറിയൻസ് ആണല്ലോ. അല്ല, ഞങ്ങള് വരുന്നത് അമ്മ കണ്ടോ? കണ്ടില്ല. എന്നാലും മനസ്സിനൊരു തോന്നലുണ്ടായിരുന്നു, ചിലപ്പോൾ നീ വരുമെന്ന്. അതങ്ങനെയാ. ചില നേരത്ത് അമ്പലത്തിൽ പോയി തൊഴുതു നിൽക്കുമ്പോൾ മനസ്സിലങ്ങനെ തോന്നും, ഇന്ന് സുനിയുടെ ഫോൺ വരും,
അല്ലെങ്കിൽ കൊച്ചേട്ടൻ വരും, അങ്ങനെയൊക്കെ. മിക്കവാറും അത് സത്യമാകുകയും ചെയ്യും. ഇൻറ്റ്യൂഷൻ, ടെലിപ്പതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ദിവ്യദൃഷ്ടി അമ്മയ്ക്കും കിട്ടിയോ? വയസ്സാകും തോറും മനുഷ്യന് ദിവ്യദൃഷ്ടിയൊക്കെ കിട്ടും. അത് ദിവ്യമൊന്നുമല്ല, അനുഭവം കൊണ്ടും പരിചയം കൊണ്ടും ഒക്കെ കിട്ടുന്നതാ. നിന്നെക്കുറിച്ച് വിവരമൊന്നും കിട്ടാതായിട്ട് കുറേ ദിവസമായി. അതുകൊണ്ട് തോന്നി ചിലപ്പോൾ നീ വരും, അല്ലെങ്കിൽ വിളിക്കും. അത്രയേ ഉള്ളൂ എൻ്റെ ദിവ്യദൃഷ്ടി. ഞങ്ങളിനി പോകുന്നില്ലമ്മേ. പോകണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പോകണ്ട. അമ്മ എന്താ ചോദിക്കാത്തത്? ഞങ്ങളെന്താ പോവാത്തതെന്ന്? ചോദിക്കുന്നത് എന്തിനാ? ഇത് നിന്റെ വീട്. നിനക്ക് പോണമെന്ന് തോന്നുമ്പം പോകാം, വരണമെന്ന് തോന്നുമ്പം വരാം. അമ്മയുള്ളിടത്തോളം കാലം, ആവതുള്ള കാലം ഇതുപോലെ വന്നു കയറുമ്പോൾ സന്തോഷത്തോടെ ചായ ഇട്ട് തരും, ഉള്ളതി പങ്ക് ഭക്ഷണവും തരും. പക്ഷേ 365 ദിവസവും ഞാൻ കൂടെ ഉണ്ടാവില്ല. എനിക്ക് ക്ഷേത്രത്തിൽ പോയേ പറ്റൂ. വള്ളിക്കാവിലും പോണം. എങ്കിലും ഞങ്ങൾ താമസം മാറ്റാൻ ആലോചിക്കുന്നതിന്റെ കാരണം അറിയണ്ടേ അമ്മയ്ക്ക്? എല്ലാത്തിൻ്റെയും കാരണം അറിയാൻ മാത്രം വലിയവരാണോ മോളെ നമ്മളൊക്കെ? അങ്ങനെ അറിഞ്ഞാൽ നമ്മളൊക്കെ ഈശ്വരന്മാരാവില്ലേ? മനുഷ്യജന്മത്തെ അറിയേണ്ടത് അറിയേണ്ട സമയത്തറിയും. അന്വേഷിച്ച് നടന്നിട്ട് പ്രയോജനമില്ല, അന്വേഷിക്കാതിരുന്നിട്ട് രക്ഷയുമില്ല. ആദിശക്തി രമേ ആത്മാ പരമാപാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യവിഗ്രഹ. ഹാ ദേവി എല്ലാം തീരുമാനിക്കും. ആ, രണ്ടുപേരും കുടിക്കേ, എന്നിട്ട് കുളിക്കുക, വിശ്രമിക്കുക, എന്താന്ന് വെച്ചാ ചെയ്യേ. ഞാനിപ്പോ ഇവിടെ മത്സ്യമാംസാദികൾ വെക്കാറില്ല. നിനക്കത് വേണോന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ ചന്തയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാം. അതല്ല, മുരിങ്ങയിലക്കറിയും പപ്പടവും ചീരത്തോരനും മതിയെങ്കിൽ അതാവാം. ആ, പിഴിഞ്ഞുണ്ണാൻ നല്ല നാട്ടുമാങ്ങയുണ്ട്, നമ്മുടെ പുരയിടത്തിലെയാ. പിന്നെ ഉപ്പുമാങ്ങയും കാണും. ധാരാളം മതി. മീനും വേണ്ട, ഇറച്ചിയും വേണ്ട, അല്ലേ കോമളം? അമ്മ പറഞ്ഞത് കേട്ടപ്പോ തന്നെ രുചി തോന്നുന്നു. ആട്ടെ, അമ്മ ചൊല്ലിയ ശ്ലോകം ഏതാ? ലളിതാ സഹസ്രനാമത്തിലെ 2 വരി. ആ, എന്നാ മുറിയിലോട്ട് പൊക്കോ. പുറത്തും അകത്തും ഓരോ ബാത്റൂമുണ്ട്. അകത്തെ ബാത്റൂമിലാണെങ്കിൽ ചൂടുവെള്ളത്തിന് ഗീസറുണ്ട്. കഴിഞ്ഞ ഓണത്തിന് കൊച്ചേട്ടൻ്റെ മോൻ വന്നപ്പോൾ അപ്പച്ചിക്ക് ചൂടുവെള്ളം കിട്ടാനെന്നും പറഞ്ഞ് പിടിപ്പിച്ചിട്ട് പോയതാ. അവൻ വെറുതെ കുറേ കാശ് കളഞ്ഞു. എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇഷ്ടം. അല്ല മാം, ഞങ്ങൾ വന്നത് കോമളത്തിൻ്റെ വീട്ടിൽ ചെറിയൊരു സ്വരച്ചേർച്ചക്കുറവുണ്ട്. അതുകൊണ്ടാ. ഞാനത് അമ്മയോട് തുറന്നു പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അത് ഞാൻ അറിയണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. മനുഷ്യരല്ലേ, ഒന്നിച്ച് താമസിക്കുമ്പം ചേർച്ചക്കുറവുണ്ടാവും, പിണങ്ങുകയും ചെയ്യും. അതൊന്നും സാരമില്ല, കാലമെല്ലാം മാറ്റിമറിക്കും. അവരെന്നെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. ഇൻസൾട്ട് എന്ന് പറയുന്നത് ശരീരത്തിനോ ആത്മാവിനോ? നിന്റെ ആത്മാവ് ശുദ്ധമാണെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു ഇൻസൾട്ടും അതിനെ ബാധിക്കില്ല. ബാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആത്മാവ് ശുദ്ധമല്ലെന്നർത്ഥം. രമണ മഹർഷിയുടെ കഥ കേട്ടിട്ടില്ലേ? വല്യമ്മാവന്റെ സ്വത്ത് ഭാഗം വെച്ചത് പിന്നെ അമ്മ പുതിയൊരു സ്ത്രീയായി മാറി. ആകെയുള്ള മോളാണെങ്കിലും ആ ഓർമ്മ പോലും ഇല്ലാതെയാ അമ്മ എന്നോട് പെരുമാറിയത്. ഒരുപാട് മാംസം ഒരുമിച്ച് കിട്ടുമ്പോൾ മൃഗങ്ങൾ പോലും കുറച്ച് അഹങ്കാരം കാണിക്കും. അതുമായി ഇണങ്ങിച്ചേരുന്നതുവരെയുള്ളൂ ഈ അഹങ്കാരം. സാരമില്ല, അത് മാറിക്കൊള്ളും.
എന്നാലും ഇവിടെ താമസിക്കാൻ പ്രയാസമായി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? നിങ്ങൾ എൻ്റെ മക്കളല്ലേ. ഞാൻ നിങ്ങൾ വന്നതിൻ്റെ കാരണം ചോദിച്ചില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഉള്ളത് എനിക്ക് സന്തോഷമല്ലേ. മാത്രമല്ല, ഈ വീട് നിനക്കുള്ളതാ. നീ എന്തെങ്കിലും വരുമ്പോൾ ഏൽപ്പിക്കണമെന്ന് ഓർമ്മയുള്ളത് കൊണ്ട് മാത്രാ ഇതും തട്ടിത്തൂത്ത് ഞാനിങ്ങനെ വന്നും പോയി നിൽക്കുന്നത്. നിങ്ങളിവിടെ വന്ന വലിയ സൗകര്യമായി. ഏൽപ്പിച്ചു തന്നിട്ട് എനിക്ക് വല്ല ആശ്രമത്തിലും പോയി നിൽക്കാമല്ലോ. സുനി, മാസം തോറും 12,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. എൻ്റെ വട്ടച്ചെലവും കഴിഞ്ഞ് ബാക്കി ബാങ്കിൽ തന്നെ ഉണ്ട്. ആ, നീ എന്നെക്കൊണ്ടെടുപ്പിച്ച ആ ലോൺ തീർന്നിട്ട് 4-5 മാസേ ആയുള്ളൂ. അതിൻ്റെ ബാക്കിയേ കാണൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് വെച്ച് ജീവിക്കാവുന്നതേ ഉള്ളൂ. എന്നുവെച്ച് കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന എൻ്റെ പെൻഷൻ മനസ്സിൽ കണ്ടിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്ഥിരമായിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ നോക്കണം. ഷെയർ ബിസിനസ് മോശമൊന്നുമല്ല. എത്രയോ പേര് അതുകൊണ്ട് കോടീശ്വരന്മാരായിരിക്കുന്നു. നിനക്കിപ്പോൾ രാഹുദശയല്ലേ. ധനം, വാക്ക്, കുടുംബം, 3ന്റെ കാര്യത്തിലും പ്രശ്നമുള്ള സമയം. 2ലെ രാഹുവല്ലേ. പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. പക്ഷെ കാശ് വേണ്ടേ അമ്മേ? ഈ വീട് സ്ഥലമുണ്ടല്ലോ, ഇതങ്ങ് കൊടുക്ക്. കാശുണ്ടാവുമ്പോൾ വേറൊന്ന് വാങ്ങിച്ചാൽ മതി. അല്ലേലും എനിക്കിതൊക്കെ നോക്കി നടത്താൻ വയ്യടാ. പറഞ്ഞില്ലേ, ഈ വീട് നശിച്ചു പോകാതെ നിനക്ക് കൈമാറാൻ വേണ്ടിയാ ഞാൻ ഇവിടെ തന്നെ അടിഞ്ഞുകൂടുന്നത്. അല്ലേൽ എന്നേ മൂകാംബികയിലോ അമ്മയുടെ അടുത്തോ ചെന്ന് ആശ്രമത്തിൽ ഭജനം പാർത്തേനെ. ആ, അതൊക്കെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ. നിങ്ങൾ ചെല്ല്, കുളിച്ച് വിശ്രമിക്ക്. ചെല്ല് കോമളം. ചോറും കറിയൊക്കെ രാവിലെ വെച്ചിട്ടുണ്ട്. ഉണ്ണാറാകുമ്പോൾ വന്നാൽ മതി. അതുവരെ ഞാനൊന്ന് ഗീത വായിക്കട്ടെ. ഈ പോയത് ഒരമ്മ. റബ്ബറിന്റെ മണം കേട്ടപ്പോ സ്വന്തം മോളെ പോലും ചവിട്ടി താഴ്ത്താൻ നോക്കുന്ന എൻ്റെ അമ്മയും ഒരമ്മ. ഏയ്, എഴുന്നേൽക്ക, കുളിച്ച് റെഡിയാവ. അമ്മയുടെ ചീരലത്തോരനും മുരിങ്ങലക്കറി നിനക്കറിയാലോ, അതിൻ്റെ ഒരു ടേസ്റ്റ്. എനിക്ക് ആ ചായ എടുത്ത് പിടിക്കേ. தேடி பார்க்காத இடமே இல்லை. எங்க போயிருப்பாரோ, யாருக்கு தெரியும் அம்மா? ആ പോട്ടെ, എവിടെ വേണമെങ്കിലും പോട്ടെ. വയസ്സുകാലത്ത് അവനെ ഓർത്ത് സങ്കടപ്പെടാൻ ഞാനുണ്ടല്ലോ. ഞാനുള്ള കാലം വരെയല്ലേ അവനെന്നെ സങ്കടപ്പെടുത്താൻ പറ്റൂ. നീ പോയി വേലയെ പാര്. മക്കളല്ലേ, വേദനിപ്പിച്ചോണ്ടേയിരിക്കും. സാരല്ല, ഇതൊക്കെ താങ്ങാൻ എനിക്ക് ശക്തിയുണ്ട്. അവൻ്റെ അച്ഛൻ എന്നെ വേദനിപ്പിച്ചിട്ട് ഞാൻ താങ്ങിയില്ലേ? അതൊരു ചില്ലറ വേദനയായിരുന്നോ? ഇനിയിപ്പോൾ എന്താ? ബാലു, എന്താ എന്താ ഇത്? താക്കോല്. രാത്രി നീ വരുന്നവരെ ഉണർന്നിരിക്കാൻ എനിക്ക് ആരോഗ്യമില്ല. വയസ്സ് കുറേയായി. ഇനിയും പഴയതുപോലെ ഓടിച്ചാടി നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സ് തളർന്നുപോയി. ഇനി നീ രാത്രി വൈകിയാൽ നീ തന്നെ വാതിൽ തുറന്ന് കയറിക്കോ. ഒരു താക്കോല് നിൻ്റെ കയ്യിൽ, ഒരു താക്കോല് എൻ്റെ കയ്യിൽ. ഹോ, ഇങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചു തന്നാൽ നന്നായിരിക്കും. അല്ല, അത് തിരിച്ചു തരേണ്ടി വരികയും ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ. ബാലു, എല്ലാം തിരിച്ചു തന്നാൽ അതൊക്കെ താങ്ങി നിൽക്കാനുള്ള ബലം നിനക്കില്ലടാ മോനെ. പോട്ടെ. മുരുകനെ കുറിച്ച് നീ വല്ലതും അന്വേഷിച്ചോ? ഞാനോ? എന്തിന്? അവനെ കുറിച്ച് ഞാനെതിന് അന്വേഷിക്കണം? അവൻ എനിക്കാരാ? എന്നെ കൊല്ലാൻ നടക്കുന്ന എതിരാളി. ബാലു, നീ അങ്ങനെ പറയരുത്. ഡാ, ആരാ ശത്രു ആരാ മിത്രം എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവൻ എന്തുണ്ടാക്കിയിട്ടും ഒരു പ്രയോജനവുമില്ല. നിനക്ക് മുരുകൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതിലെനിക്ക് സങ്കടമുണ്ട്. അത് നീ മനസ്സിലാക്കില്ലെന്ന് വെച്ച് മുരുകന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവനൊരു സാധു. ജനിച്ചപ്പോഴേ ദൈവം ശിക്ഷിച്ചു വിട്ടു ഈ ലോകത്തേക്ക്. ആ, അത് പോട്ടെ. പക്ഷേ നീ ഒരു വലിയ നിധിയാണ് എറിഞ്ഞു കളയുന്നത്. നിധി?
ആ പൊട്ടനാണ് നിധി. ഓ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ, അത് ഞാൻ മറന്നു. സ്വന്തം അമ്മയെന്ന് വിചാരിച്ച് ഇത്രയും കാലം സ്നേഹിച്ചതും അംഗീകരിച്ചതും വെറുതെയായി. അതിന് വിലയില്ല. സ്വന്തം മകൻ പൊട്ടനാണെങ്കിലും വാ തുറന്ന രക്ഷണം പറയില്ലെങ്കിലും അവൻ മഹാനാണ്. സ്നേഹം എപ്പോഴും ചോരയും ചോരയും തമ്മിലേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ അറിയേണ്ടതായിരുന്നു. ബാലു, നിന്റെ ചോരയിൽ പിറന്നില്ലെങ്കിലും ഒരു കൂടപ്പറപ്പിനെ പോലെ നിന്നെ സ്നേഹിച്ച് ആദരിക്കുന്നവനാണ് അവൻ. അതെനിക്ക് ഉറപ്പുണ്ട്. ഇത് ഞാൻ പറയുന്നത് നിനക്ക് അവനോട് ദയവ് തോന്നി സ്നേഹം കൊടുക്കാൻ വേണ്ടിയല്ല. അവന് നിന്റെ സ്നേഹം ആവശ്യമില്ല. അവനെ സ്നേഹിക്കാൻ ഈ ലോകത്ത് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. പണവും തുലാസും വെച്ച് തൂക്കി നോക്കി സ്നേഹിക്കുന്ന നിന്നെപ്പോലുള്ളവരുടെ സ്നേഹം അവന് വേണ്ടതാനും. അതെ, ഞാൻ മോശക്കാരൻ. എൻ്റെ സ്നേഹം നിങ്ങൾക്കും വേണ്ട, നിങ്ങളുടെ മോനും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മോനാ വലുത്, അതങ്ങ് സമ്മതിച്ചാൽ മതി. എനിക്കതിൽ പരാതി ഒന്നുമില്ല. പക്ഷേ പിന്നെ എന്നെ മോനെ എന്ന് വിളിച്ച് പിറകെ വരരുത്. ആരാ ഞാൻ? ഇത്രയും കാലം നിങ്ങളുടെ കാൽ ചൂട്ടിൽ അമ്മയെന്ന് വിളിച്ച് കിടന്ന ഞാൻ ആരാ നിങ്ങൾക്ക്? ശത്രു അല്ലേ?